രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നമ്മുടെ ക്ലാസ്സിന്റെ ഒന്നാം ഭാഗം പ്രത്യേകിച്ച് ഈ ക്യാമ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവർക്കും മനസ്സിലാകത്തക്ക ഒരു ക്രമീകരണത്തിലാണ് പരിചയപ്പെടുത്തിയത്. എന്നാൽ രണ്ടാം ഭാഗം അല്പം കൂടി ഗൗരവമുള്ളത്. അതുകൊണ്ട് രണ്ടാം ഭാഗം അല്പം ശ്രദ്ധയോടെ ഒന്നിരിക്കുക. വേദപുസ്തകം പലരുടെയും കയ്യിലിരിക്കുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം. എബ്രായലേഖനം 12-ാം അധ്യായം 1-2 വാക്യം മലയാളത്തിൽ ഒന്ന് വായിച്ചു. നന്നായിട്ട് ഇച്ചിരി ഒന്ന് നിർത്തി. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഈ പൗലോസ്ലീഹ പുതിയ നിയമത്തിൽ നിങ്ങൾക്കറിയാം 14 ലേഖനങ്ങൾ എഴുതി. അതിൽ 13 ലേഖനങ്ങളുടെയും കർത്താവ് പൗലോസ്ലീഹയാണെന്ന് ഏകദേശം വ്യക്തമാണ്. എന്നാൽ ഒത്തിരി പേർക്ക് സംശയമുണ്ട്, ഈ എബ്രായ ലേഖനം പൗലോസ് എഴുതിയതാണോ? കാരണം ഇതിലെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, ആശയം പൗലോസ്ലീഹയുടെ ആശയങ്ങളോട് സാമീപ്യം ഉണ്ട് എങ്കിൽ പോലും പൗലോസ്ലീഹയുടെ വളരെ സ്നേഹിതനായ ഒരു യഹൂദ ക്രിസ്ത്യാനി പൗലോസ്ലീഹയുടെ പേരിൽ എഴുതിയതായിരിക്കാം എന്നൊരു ചിന്തയുണ്ട്. അതിൻ്റെ ഒരു കാരണം അത് വിശദീകരിക്കാൻ 2 വാക്ക് പറയാം. ഞങ്ങൾ ഈ അച്ഛന്മാരെ പ്രതിനിധീകരിക്കുന്ന 2 സുറിയാനി വാക്കുണ്ട്. അതിലൊന്ന് കശീശ. പറയുന്നു, പണ്ട് ആരോ തമാശന് പറഞ്ഞു കാശ ഈശോ ആയിരിക്കുന്നയാളാണ് കശീശ. ഡോളറൊക്കെ മാറി കശീശ. കശീശ എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം എൽഡർ, ലീഡർ, leader in a worshiping community എന്നൊക്കെ അർത്ഥം. So the meaning is elder. That is actually translated into, or in a technical word in Greek, presbyteros, and the plural form is presbyteroi. അതാണ് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ബഹുഭൂരിപക്ഷ സ്ഥലത്തും പുരോഹിതനെ കുറിച്ച് പൗലോസ്ലീഹയുടെ 13 ലേഖനം, എബ്രായ ലേഖനം ഒഴികെ പറയുന്നത് കശീശ, കശീശന്മാർ, മൂപ്പന്മാർ. എന്നാൽ മറ്റൊരു വാക്കുണ്ട് കൊഹനോ. ഒന്നുകൂടെ പറഞ്ഞ് എന്നാ ഇത്രയും പറഞ്ഞതിലെ ഒരു വാക്കൂടെ പറഞ്ഞ് കൊഹനൂസോ. അത് പടപണി ഇങ്ങനെ ഒന്ന് ശരിക്കും പറയുന്നത് കൊഹനൂസോ. കൊഹനോ എന്ന് പറഞ്ഞാൽ ഗ്ലോറി, സാങ്ക്ടിറ്റി, പ്യൂരിറ്റി. കൊഹേൻ എന്ന പദത്തിൽ നിന്നാണ്. അതിന്റെ അർത്ഥതലം സാങ്ക്ടിറ്റി, പ്യൂരിറ്റി, ഗ്ലോറി എന്നൊക്കെ അർത്ഥം. അതിൽ നിന്ന് ഗ്ലോറിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ എന്ന നാമപദങ്ങളും വരുന്നുണ്ട്. സത്യത്തിൽ പഴയ നിയമ പാരമ്പര്യത്തിൽ യഹൂദ പൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ അഹരോന്യ പൗരോഹിത്യം, ലേവി പൗരോഹിത്യം, ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൊഹനോ എന്നാണ്. പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ആ പദം, ഏത് പദം? കൊഹനോ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് എബ്രായ ലേഖനത്തിൽ. പുതിയ നിയമ വേദശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ക്രിസ്തീയ പുരോഹിതൻ സത്യത്തിൽ കശീശയാണ്, കൊഹനോയെ കായിലും എന്ന് പറയും. എന്ന് വെച്ചാൽ ക്രിസ്തീയ പുരോഹിതൻ ഒരു ലീഡറാണ്, വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയിലെ നേതൃത്വമാണ്, എൽഡറാണ് എന്നൊക്കെ കാഴ്ചപ്പാടുണ്ട്. എന്നാൽ സുറിയാനിക്കാരുടെ, നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ ഏറ്റവും അധികം കശീശ സ്ഥാനത്തെക്കായാലും പൗരോഹിത്യത്തിൽ കാണുന്നത് കഹനൂസ സ്ഥാനമാണ്. എന്നാ സ്ഥാനം എന്ന് വെച്ചാൽ വൈദികനിലെ നേതാവിനേക്കായാലും വൈദികനിലെ പൗരോഹിത്യപരമായ ശുശ്രൂഷയ്ക്കാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും കശീശ തളരണം, കൊഹനോ വളരണം.
ഒന്ന് പറഞ്ഞേ. ആ ശരിക്കും കശീശ. അച്ഛൻ വലിയ നേതാവൊന്നും ആകണ്ട. അച്ഛനെ കുറിച്ച് വൈദിക ക്രമീകരണത്തിൽ ഒരു ലീഡർഷിപ്പിനേക്കാൾ വലുത് ജീവിത വിശുദ്ധിയും അർപ്പണ മനോഭാവവും ശ്രേഷ്ഠമായ ശുശ്രൂഷയുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏത് സ്ഥാനത്തിനാ പ്രാധാന്യം? കഹനോസ സ്ഥാനത്തിന്. ആ കൊഹനോ എന്ന പദം അതിന്റെ വിശദീകരണം ഏറ്റവും അധികമുള്ളത് ലെറ്റർ ടു ഹീബ്രൂസിലാണ്. പ്രത്യേകിച്ച് ഇങ്ങോട്ട് നോക്കിക്കോണേ. അച്ഛൻ വേഗം എബ്രായ ലേഖനം പറയാൻ പോവാണ്. ഇതൊക്കെ ഒരു ചിലപ്പോൾ കിട്ടുന്ന ഒരു അവസരമല്ലേ നമുക്കൊന്ന് മനസ്സിലാക്കാൻ. ഇങ്ങോട്ട് നോക്കി. ആകെ എത്ര അധ്യായമുണ്ട്? 13. കറക്റ്റ്. ആദ്യത്തെ 1-ാമത്തെ അധ്യായത്തിലെ പ്രധാന പ്രമേയം പെട്ടെന്ന് ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും, ഒരു കുഴപ്പമില്ല. ദൈവീക വെളിപ്പെടുത്തലിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പറയുകയാണ്. പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഇന്ന് പുത്രനിൽ സമ്പൂർണമായി വെളിപ്പെട്ടിരിക്കുന്നു. സോ ഫസ്റ്റ് ചാപ്റ്റർ ആസ് എ കണ്ടിന്യൂവേഷൻ of the revelation of God Almighty which begins in the time of the patriarchs. പഴയ നിയമ കാലഘട്ടത്തിൽ പിതാക്കന്മാരിൽ സമാരംഭിച്ച രക്ഷാകര ദൗത്യത്തിന്റെ പിന്തുടർച്ച 1-ാം അധ്യായം. 2-ാം അധ്യായവും 3-ാം അധ്യായവും വിവരിക്കുന്നത് മനുഷ്യപുത്രൻ, ദൈവദൂതൻ എന്നീ 3 തലങ്ങളിലെ വിശദീകരണം. മനുഷ്യനെ ദൈവം ദൂതന്മാരെക്കാളും അല്പം താഴ്ത്തി എന്ന ക്രമീകരണത്തിലാണ് സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ മനുഷ്യനും ദൂതനും തമ്മിലുള്ള കമ്പാരിഷൻ നടത്തിയിട്ട് പറഞ്ഞു, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠരാണ് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ. എന്നിട്ട് അതിലൂടെ മനുഷ്യപുത്രനായ യേശുക്രിസ്തു, അതാണ് ലേഖനകർത്താവ് അവതരിപ്പിക്കുന്നത്. 4-5 അധ്യായങ്ങളിൽ പഴയ നിയമ പാരമ്പര്യങ്ങളെ സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ പ്രവചന കാഴ്ചപ്പാടുകളെ, ആരാധന പാരമ്പര്യങ്ങളെ ദൈവവചനം മോശയ്ക്കും യോശുവയ്ക്കും നൽകിയത് അവരെല്ലാം ടൈപ്സ് ആയിരുന്നു. ടൈപ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു തോന്നുന്നു അതൊരു ടൈപ്പാ. ആ ടൈപ്പല്ല. റോസോ എന്ന സുറിയാനി വാക്കിനെ സാദൃശ്യം. ഇപ്പൊ യോശുവ യേശുവിന്റെ പഴയ നിയമം മാതൃകയാണ്. അതിനാണ് ടൈപ്പ് എന്ന് പറയുന്നത്. മോശ യേശു ക്രിസ്തുവിന്റെ പഴയ നിയമ മാതൃകയാണ്. ഈ മാതൃകകളെ കുറിച്ച് വിവരിച്ചു. 7, 8, 9 അധ്യായങ്ങൾ. ആ അധ്യായങ്ങളിൽ പഴയ നിയമ ആരാധനയും അതിന്റെ അർത്ഥവും വിശദീകരിച്ചു. എന്നതിനെ വിശദീകരിച്ച് അതിൽ 6-ാമത്തെ അധ്യായം വളരെ രസകരമാണ്. 6-ാമത്തെ അധ്യായത്തിൽ വിശ്വാസ ജീവിതത്തിൽ ആത്മീക അഭിവൃദ്ധിയിൽ വളരേണ്ട ആവശ്യകത. 6-ാം അധ്യായം 1-ാം വാക്യം ഈ കോൺഫറൻസിനൊക്കെ വരുന്നത് ശരിക്കും വായിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ സംശയം നമ്മുടെ മനസ്സിൽ ഒത്തിരി നിലനിൽക്കും. വാങ്ങിപ്പോയവരുടെ കുറിച്ചുള്ള പ്രാർത്ഥന, മാനസാന്തരം, കൈവെപ്പ്, ഇതൊക്കെ വേദപുസ്തകത്തിലുണ്ടോ, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കണോ എന്നൊക്കെയുള്ള ചിന്തയ്ക്ക് ലേഖനകർത്താവ് പറയുന്ന ഒരു നല്ല വാക്യമാണ് എബ്രായ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. പെട്ടെന്നൊന്ന് വായിച്ചു. അതുകൊണ്ട് ഈ എബ്രായ ലേഖനത്തിലെ ഓരോ ചാപ്റ്ററുകളും പുറകിലത്തെ ചാപ്റ്ററിന്റെ നല്ലൊരു പിന്തുടർച്ചയാണ്. അതുകൊണ്ട് ആകയാൽ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ന് വെച്ചാൽ 5-ൽ വിശദീകരിച്ചിരിക്കുന്ന ചില കാരണങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്നു. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള പഠിപ്പിക്കൽ, കൈവപ്പ്, ഓർഡിനേഷൻ, കൈവപ്പ്, നീ ശ്രദ്ധിച്ചേ, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യജീവൻ, അടിസ്ഥാനപരമായ 6 വിഷയങ്ങൾ. മാനസാന്തരം, ദൈവത്തിനുള്ള വിശ്വാസം, പിന്നെ ഏതാ? സ്നാനം, കൈവപ്പ്, നിത്യശിക്ഷാവിധി, മരിച്ചവരുടെ പുനരുത്ഥാനം. ഇതിനെ കുറിച്ച് ഈ ലേഖനകർത്താവ് പറയുന്നത് എന്നാന്നോ, എന്നിങ്ങനെയുള്ള ആദ്യ വിശ്വാസം. അതന്നെയല്ലേ എഴുതിയിരിക്കുന്നേ. വായിക്കുന്നേ, വായിച്ചതൊന്നുകൂടെ. എന്നുള്ള അടിസ്ഥാനം. അപ്പൊ എന്നതാ അടിസ്ഥാനം? മനസ്സിലായി. എന്താ അടിസ്ഥാനം? ദൈവത്തിലുള്ള വിശ്വാസം, മാനസാന്തരം, വിശുദ്ധ മാമോദീസ, കൈവപ്പ്, വാങ്ങിപ്പോയവരുടെ സജീവാവസ്ഥ, നിത്യജീവൻ. ഇതെല്ലാം വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഇനിയും വീണ്ടും അടിസ്ഥാനം ഇടാതെ പരിജ്ഞാന പ്രവൃത്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് 6-ാം അധ്യായത്തിൽ പറയുന്നത്. ഈ
2015 കോൺഫറൻസിന് വന്നാലും സംശയമുണ്ട് എഴുതി തരാൻ പറഞ്ഞാൽ എന്നാ സംശയം? വാങ്ങിപ്പോയവർ വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ? ഇപ്പോഴും നമുക്ക് അടിസ്ഥാന വിശ്വാസത്തെ കുറിച്ച് സംശയമാണ്. അന്നേ അത് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞു. 7-ാം അധ്യായത്തിൽ 8-9 അധ്യായങ്ങളിൽ പഴയ നിയമ ആരാധനകളെ കുറിച്ച് പറഞ്ഞു. 10-11 അധ്യായത്തിൽ പഴയ നിയമത്തിൽ വിശ്വാസത്തിലൂടെ സ്ഥിരത നേടിയ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. പറഞ്ഞതിന് ശേഷമാണ് 12-ാം അധ്യായത്തിൽ പറയുന്നത് ആകയാൽ. കണ്ടോ? ആകയാൽ ആരെ കുറിച്ചൊക്കെ പറഞ്ഞു? ദൈവീക വെളിപ്പെടുത്തൽ, മനുഷ്യൻ, ദൈവദൂതന്മാർ, ദൈവപുത്രൻ, പഴയ നിയമ ആരാധനയുടെ പിന്തുടർച്ച, വിശ്വാസ പിതാക്കന്മാർ, ഇതിനെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു ആകയാൽ. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാരണങ്ങളുടെയും സം ആൻഡ് സബ്സ്റ്റൻസ്, mainly because of these expressions and narrations, I am going to say you are standing in the midst of the fellowship of the cloud of the so-called witnesses that I mentioned in the previous chapters. എനിക്ക് ഒറ്റ ചോദ്യം, ഒറ്റ കാര്യം ഇത് പറയാനുള്ളൂ. ഇത്രയും വലിയൊരു വിശ്വാസ സമൂഹത്തിന്റെ നടുവിൽ നിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? What is the significance of this reference to the witnesses of the old day? നിങ്ങൾ പറഞ്ഞു ഈ സഭയിൽ ഓർത്തഡോക്സ് സഭയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കും. എല്ലാം അനുസരിക്കും എന്ന് അതൊരു ചിന്തയാണ്. അങ്ങനെ അത് തന്നെ ആ വിഷയത്തെ നമുക്ക് എടുക്കാം. സഭ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയി. ഞാനത് എഴുതിയിട്ടുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഡെഫിനിഷൻ ഓഫ് ദി ചർച്ച് as a group of saints living not in the linear history or the background of this concept of the great cloud of witnesses. ഈ സഭ എന്ന് പറഞ്ഞാൽ ജീവനുള്ളവരും വാങ്ങിപ്പോരും വരുവാനിരിക്കുന്നവരും അങ്ങനൊക്കെ പറഞ്ഞാൽ എന്നാ അതിന്റെ അർത്ഥം? അതിലൂടെ നമുക്ക് എന്നാ കിട്ടി? ജീവനുള്ളവരും മരിച്ചുപോയവരും എല്ലാവരും കൂടുന്ന സഭ എന്ന് പറഞ്ഞാൽ അച്ഛന്മാർക്ക് ഇച്ചിരി പ്രയോജനമുണ്ട്. കാര്യം നിങ്ങളെ മരിച്ചുപോയവരും ഒക്കെ ഒന്ന് വല്ലപ്പോഴും ചെയ്യണം. നിങ്ങൾക്ക് എന്നാ പ്രയോജനം? ഒരു ആശ്വാസം, ഭയങ്കര ആശ്വാസം. ഇച്ചിരി ചിന്തിച്ച് ഞാൻ പറയാൻ പോകുന്ന ഒരു ഉദ്ദേശം, നമ്മുടെ എല്ലാം നമ്മൾ അവരുടെ സാക്ഷ്യം, അതിനേക്കാൾ ഒരു സാന്നിധ്യം. ഇങ്ങോട്ട് നോക്കിക്കേ, നമുക്കെല്ലാം ഒരു പ്രശ്നം ഐഡന്റിറ്റി ഓഫ്, നമ്മുടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് നമുക്കുണ്ട്. നമ്മളെ കുറിച്ചുള്ള ചിന്തയിൽ നമുക്ക് ഉണ്ടാകേണ്ട വലിയൊരു ബോധമാണ് ഐ ആം നോട്ട് എലോൺ. ഐ ആം നോട്ട് എലോൺ. ഇത് സുറിയാനിക്കാരുടെ ആരാധനാ പാരമ്പര്യത്തിന്റെ കേന്ദ്രമാണ്. നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം. വരട്ടെ, എന്നാ അർത്ഥം? ഞാനിപ്പോ നിൽക്കുന്നത് ആരുടെ കൂടെയാണ്? മാതാവിന്റെ കൂടെ. പരുമലമോർ ഗ്രിഗോറിയോസ് ദേവന്നാസ്യോസ് ഇവരൊപ്പം. ചിക്കാഗോയിലാണെങ്കിലും ആരോടെയാ നിൽക്കുന്നത്? പറയുന്നേ, ഇത് ഫീൽ ചെയ്യുന്നുണ്ടോ? അയ്യോ, അത് ഫീൽ ചെയ്യാം. അത് ഫീൽ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ നിത്യതയെ കുറിച്ചുള്ള നമ്മുടെ അവബോധം. അല്ലെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അവിടെയാണ് ഞാൻ പൗലോസ്ലിഹ എന്ന് തന്നെ പറയുന്നു. പൗലോസ്ലിഹ പറയുന്നതിന്റെ അർത്ഥം വിഷമിക്കണ്ട, സാക്ഷികളുടെ വലിയ സമൂഹം. മുന്നം നിന്നാഗമനം ചൊല്ലിയ നല്ലിവരോടൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ. അപ്പൊ ഒറ്റയ്ക്കാണോ പ്രാർത്ഥിക്കുന്നത്? ഒറ്റയ്ക്കാണോ ജീവിക്കുന്നത്? ഒരു വിഷമം വന്നാൽ ഒറ്റയ്ക്കാണോ അഭിമുഖീകരിക്കുന്നത്? എനിക്ക് ആരുമില്ലേ, ഞാനിവിടെ ഒറ്റപ്പെട്ടതാണേ, അച്ഛനും എന്നെ നോക്കുന്നില്ലേ, വീട്ടുകാരും ശ്രദ്ധിക്കുന്നില്ലേ? ഇതൊക്കെ മനുഷ്യന്റെ ജടിലമായ കാഴ്ചപ്പാടുകൾ. അതിന്റെ നടുവിൽ നമുക്കുള്ള രണ്ട് വിഷമം, ഐ ആം എലോൺ ആൻഡ് ഐ ആം ഏലിനേറ്റഡ്. അതാണ്
ഏറ്റവും വലിയ ദുഃഖം കണ്ടു. ഏറ്റവും വലിയ ദുഃഖം നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ സങ്കടം അവഗണനയാണ്. ഏറ്റവും വലിയ സന്തോഷം പരിഗണനയാണ്. മക്കളെയൊക്കെ വളർത്തി അവരെല്ലാം മിടുക്കരായി. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അവര് മൈൻഡ് ചെയ്തിരിക്കുക. മൈൻഡ് ചെയ്യാതെ എന്തൊരു വിഷമം, എന്തൊരു വിഷമം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ രീതി ഈയിടെ നടന്ന ഒരു ഭയങ്കര രസകരമായ സംഭവമാണ്. മൂത്തവനോട് 2 ആൺമക്കളാണ്. അതിലൊരാളോട് അപ്പച്ചൻ വല്ലാതെ അങ്ങ് അരിശപ്പെടുകയാണ്. അരിശപ്പെട്ടപ്പം മൂത്തയാളെ ആശ്വസിപ്പിക്കുക, നിന്റെ ഫാദർ അല്ലേ, അങ്ങ് സഹിക്കുക. അപ്പൊ ഇളയവ പൊട്ടിത്തിരിച്ചു പറയും, I don't think so. നിന്റെ അച്ചാച്ചനാണ് വല്ലതും പറഞ്ഞു പോട്ടെ. പക്ഷെ അവനൊരു മടിയില്ലാതെ പറയുമോ, അങ്ങനെയാണ് തോന്നുന്നില്ല. പഴയ കാലം പോയി, വല്ലാതെ മാറിപ്പോയി. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറിപ്പോയി. സഹോദരങ്ങളെ, ആത്മീക സന്തോഷം എന്ന് പറയുന്നത് communion with the saints. Feel the community of the living and the departed at the present time while you are worshiping. അതുകൊണ്ടാണ് നമുക്ക് നാളെ പെന്തിക്കോസ്തി പെരുന്നാള്. എന്റെ പെന്തിക്കോസ്തി പെരുന്നാള് അത് മർക്കോസിന്റെ മാളികയിൽ ശിഷ്യന്മാരും അന്നുള്ള എല്ലാവരും കൂടിയിരുന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിച്ചു. അതിന്റെ ഓർമ്മയാണ് എന്നത് പെന്തിക്കോസ്തി. ശരിയല്ലേ? ശരിയല്ല. Feast is not a remembrance. It's not a mere repetition of a particular event occurred in the history. But what you mean by feast, what you mean by liturgy, what you mean by worship, it is the time, the present time in which you experience the incarnation of Lord God Almighty. ദൈവത്തിന്റെ മനുഷ്യാവതാരം, പരിശുദ്ധാത്മാവിന്റെ ആവാസം ഈ നിമിഷത്തിൽ നമുക്ക് അനുഭവിക്കുന്നതാണ് പെരുന്നാളുകളുടെ ഉദ്ദേശം, ആരാധനയുടെ ഉദ്ദേശം. അവിടെയാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ഒരു നിത്യജീവന്റെ വലിയ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ചരിത്രത്തിൽ ജീവിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചരിത്ര ജീവിതം 90, 95, 100. ഇവിടെയാണ് ഇപ്പൊ ഈ നഴ്സിംഗ് ഹോമും നല്ല കെയറും ഇൻഷുറൻസുകാരും നോക്കുമ്പോൾ ചിലപ്പോൾ 100 കടന്നേക്കാം. അങ്ങനെ ജീവിച്ചാൽ പോലും ഇത് നിത്യതയുടെ അളവിൽ നോക്കിയാൽ വളരെ ചുരുങ്ങിയ അല്ലേ? ആകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുമാൻ. ഈ ആധ്യാത്മിക മേഖലകളിലെ ശക്തമായ പ്രമേയമാണിത്. ഞാനിത് വിശദീകരിക്കാൻ നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലെ 3 വാക്കുകൾ, അത് നമുക്ക് ഒത്തിരി അനുഗ്രഹപ്രദമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാലേ നമുക്ക് ആ നിത്യജീവന്റെ പരമമായ സന്തോഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ആരാധനയെ നമ്മൾ ഉപയോഗിക്കുന്ന 3 വാക്കുകൾ ആനീതേ, ദുഃഖറോന തോബോ, ആൻഡ് ദി ലാസ്റ്റ് ഈസ് ഷ്കേബ് അൽ സബറോക്ക്. അതാണ് ഈ സെഷനിൽ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ. ആനീതെ എന്നൊരു ഞായറാഴ്ച നമുക്കുണ്ട് ഇല്ലേ? ആനീതെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ വാങ്ങിപ്പോയവരെ ഓർക്കുന്ന ഞായറാഴ്ച. എന്താണ് ഇത്? ഏനാത് എന്ന വെർബൽ ഫോമിൽ നിന്നുണ്ടാകുന്ന ഒരു ഡെറിവേറ്റീവാണ്, നൗൺ ഫോമാണ് ആനീതെ. ഏനാത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുക. അപ്പം നമുക്ക് മരണവും ചരിത്ര ലോകത്തിൽ നിന്നുള്ള മാറ്റപ്പെടലും യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നിന്ന്, ചരിത്ര ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുന്നു. ഇസ് എ പ്രോസസ് ഓഫ് ഏനാത്, ഇസ് എ പ്രോസസ് ഓഫ് ഏനാത്, പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ്. ജീവിതം തീരുന്നില്ല. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ മാമോദീസ മുങ്ങിയെങ്കിൽ നിത്യജീവന്റെ അവകാശികളാണ്. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന വാക്കൊന്ന് കേട്ടോണേ. അതുകൊണ്ട് മരണം സത്യമല്ല, സത്യം ജീവനാണ്. എന്നാ ഞാൻ പറഞ്ഞു?
മരണം സത്യം ജീവനാണ്. ആ സത്യം മാമോദീസയിലൂടെ ലഭിച്ചതാ. അതിനൊരു അവസാനമേ ഇല്ല. എല്ലാവരും പറയുന്നത് ജീവിതത്തിൽ മരണം സംഭവിക്കുന്നു എന്നതൊരു സത്യമാണ്. ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമമെവിടെ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ദ്രവത്വമായത് ദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കണം. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ അടുത്ത വാക്യം എന്നാണെന്നറിയോ? മരണം നീങ്ങി. മരണം നീങ്ങി, പിന്നെ എന്നാ? ജയം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഏറ്റവും വലിയ ഒരു അവസ്ഥ, നമുക്ക് മരണമില്ല. നമ്മൾ ജീവിക്കുന്നത്, ഈ ജീവിതം ഒരുക്കമാണ്. ഈ യാത്ര ഈസ് എ ടൈം ഫോർ പ്രിപ്പറേഷൻ ഫോർ ദി ഇറ്റേണൽ ലൈഫ്. ഈ ബോധം അതാണ് ശരിക്കും ഉണ്ടാകേണ്ടത്. അതാണ് ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ മർമ്മം. അതുകൊണ്ടാണ് പറയുന്നത് വെളിപ്പെട്ട ദൈവരാജ്യ അനുഭവമാണ് ഈ കാണപ്പെടുന്ന ചരിത്രത്തിലെ ജീവിതം. വെളിപ്പെട്ട ദൈവരാജ്യ അനുഭവം. ചിക്കാഗോ പള്ളിയിൽ മോർ ഗ്രിഗോറിയസ് പള്ളിയിൽ ഒരുമിച്ചിരുന്ന് ദൂരസ്ഥർ സവിതസ്ഥരുമായി തമ്മിൽ തിരക്കും സമയം അതിനാൽ സോദരരെ വരുവീൻ ഒരുപോലെ എന്ന് വെച്ചാൽ പള്ളിയിൽ നിന്ന് 15 കിലോമീറ്റർ റൈഡുള്ളവരും 40 കിലോമീറ്റർ റൈഡുള്ളവരും എല്ലാവരും ഒരുമിച്ച് വരുന്ന സമയമാണ്. എല്ലാവർക്കും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്നാണ്. ആരാണ് ദൂരസ്ഥർ, ആരാണ് സവിതസ്ഥർ? ഈ ലീനിയർ ടൈം, ചരിത്രത്തിലെ സമയമെല്ലാം മാറി. തമ്പുരാന്റെ സമയമില്ല. ദൈവത്തിന് പാസ്റ്റും ഫ്യൂച്ചറും ഇല്ലല്ലോ. ദൈവത്തിന് എന്നതേ ഉള്ളൂ, എവറി ടൈം ഈസ് പ്രസന്റ് ടൈം. അതുകൊണ്ടാണ് മറുരൂപമലയിൽ ഒരു മരണമില്ലാത്തവൻ, ഒരു മരണം അനുഭവിച്ചവൻ, ഒന്നും മരിക്കാൻ പോകുന്നവൻ. എത്ര പേരായി? 3 പേരായി. ഒരാളാരാ? ഒരാളെ മോശ, ഒരാളെ ഏലിയ, ഒരാളെ യേശു. അല്ലെ? കർത്താവ് യേശു ക്രിസ്തുവും ഏലിയായും മോശയും. അതാണ് സത്യത്തിൽ ഈ സമയത്തിന്റെ വലിയ രഹസ്യം അവിടെ സമ്മേളിക്കുക. സമയമില്ലായില്ല. ഒരാളെ മരിച്ചതാണ്, ഒരാളെ മരിക്കാൻ പോകുന്നതാണ്, ഒരാളെ മരണം രുചിക്കാത്തവനാണ്. അമരണവാനും മരിച്ചവനും മരിക്കാൻ പോകുന്നവനും. മരിക്കാൻ പോകുന്നതാരാ? യേശു. മരണം അനുഭവിച്ചതാരാ? മോശ. മരണം രുചിക്കാത്തത് ഏലിയ. അവരൊരുമിച്ച് കൂടിയപ്പോഴാണ് സത്യത്തിൽ തമ്പുരാന്റെ സ്വരൂപം, ആരാണ് ദൈവമെന്ന് പാവം പത്രോസ് യാക്കോബ് യോഹന്നാൻ കണ്ടത്. അതുകൊണ്ടാണ് പദവിയിൽ കയറി ഈ വിശുദ്ധ രഹസ്യങ്ങൾ നിർവഹിക്കുന്നതിന് മുമ്പ് മുട്ടുകുത്തി അനുതാപത്തോടെ തനിക്കും ജനതയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൂരസ്ഥരും സമീപസ്ഥരും ഒരുമിച്ച് കൂടുന്ന സമയം. അതുകൊണ്ടാണ് ആ സമയത്തെ കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് അവസാനം ആശീർവാദം നടത്തിയപ്പോഴും പറഞ്ഞു, എന്നാ പറഞ്ഞു? ദൂരസ്ഥരും സമീപസ്ഥരും. പിന്നെ ആരോഗ്യ മരിച്ചവർ. അത് തന്നെയായി പറയുന്നത്. അത് ചൊറിയാക്കാരുടെ ഒരു റെപ്പറ്റീഷനാണ്. ജീവനുള്ളവരും വാങ്ങിപ്പോയവരും. സത്യത്തിൽ ദൈവരാജ്യ അനുഭവത്തിൽ മരിച്ചവരെന്നോ ചരിത്രത്തിൽ ജീവനോടെ ഇരിക്കുന്നവരോ എന്ന വ്യത്യാസം ഇല്ല. അതാണ് നിത്യതയുടെ വലിയ സന്തോഷം. എന്നാൽ ആ കൂട്ടത്തിൽ നിങ്ങൾ ഓർക്കണേ, നമ്മുടെ കൂദാശ അനുഭവങ്ങളെല്ലാം നിത്യജീവന് വേണ്ടിയുള്ള ഒരെണ്ണം ഒഴികെ. അതേതാ? പൗരോഹിത്യം. പിന്നെ ഏറ്റവും അധികം നിത്യജീവനിൽ ഒരു ഇതും കിട്ടാത്ത പൗരോഹിത്യമായിട്ടുള്ള ഞാൻ ചുമ്മാ തമാശ എന്നോട് പണങ്ങിക്കരുത്. എല്ലാ ശുശ്രൂഷകളും നമ്മൾ ഈ പാറേക്കാദീശ് പറഞ്ഞ് in the name of the Father and the Son and the Holy Spirit നമ്മൾ വാഴ്ത്തി ശുദ്ധീകരിക്കുമ്പോൾ ഓലാം ഒൽമീൻ ആമീൻ നിത്യജീവന് വേണ്ടി മുദ്ര കുത്തപ്പെടുന്നു എന്ന് പറഞ്ഞു. ഒന്നൊഴികെ ഏതാണെന്നറിയോ? മോതിരം വാഴ്ത്തുമ്പോഴും മാല വാഴ്ത്തുമ്പോഴും
നിത്യജീവന് വേണ്ടിയല്ല. കുഴഞ്ഞു. ഇത് വലിയൊരു ഐറണിയാണ്. സത്യത്തിൽ ഇത് മാത്രം വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നിത്യമല്ലാത്തതിന് നിത്യതയും നിത്യമായതിനെ എന്നാ സാധാരണ കാഴ്ചപ്പാടും കൊടുക്കുക എന്നത് നമ്മുടെ പാരമ്പര്യം. നമ്മളെല്ലാം ചിന്തിച്ചിരിക്കുന്ന എന്നാ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കളും, ഞാൻ. അതാണ് അവസാനത്തോടെ നിലനിൽക്കുന്ന ബന്ധം. ആ ബന്ധം ആ കവറടക്കുന്നതിനും വരെ ഉള്ളൂ. പുനരുദ്ധാനം ചെയ്തു കഴിഞ്ഞ് ദൈവം 3 വർഷം മുമ്പ് അവിടെ ബോധമാണല്ലോ, ഇവിടെ ഉണ്ടോ? കാണത്തില്ല, കാണത്തില്ല. ഇല്ല. അതിനൊക്കെ സംശയമുണ്ടോ? സംശയമുണ്ടോ? ചുമ്മാ പരിശീലിക്കുന്ന എവിടെ പോയി എന്നൊന്നും തിരക്കി പോയി കാര്യമില്ല. നോ വേ അറ്റ് ഓൾ. കാരണം ഇങ്ങോട്ട് നോക്കിക്കേ, ശ്രദ്ധിച്ചേ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇന്ന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഫാമിലി സെന്റേഡ് ഒരു ഇറ്റേണിറ്റിയെ കുറിച്ചാണ്. ഈ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഇവിടെ ഉള്ളൂ. എന്നാൽ മാമോദീസയുടെ അനുഭവം നിലനിൽക്കും. മാമോദീസയുടെ അനുഭവം പറവാക്കി നിലനിൽക്കും. സ്വീകരിച്ച വിശുദ്ധ കുർബാന നിലനിൽക്കും. അഭിഷേകം ചെയ്യപ്പെട്ട പൗരോഹിത്യം നിലനിൽക്കും. എന്നാൽ വിവാഹ ഉടമ്പടി മാത്രം അതാ സത്യം. കർത്താവിന്റെ ഏരിയ സാധുക്യരും പരീശരും വന്നിട്ട് യഹൂദന്മാരുടെ ഇടയിൽ ദേവര വിവാഹം എന്നും പറഞ്ഞ ക്രമീകരണമാണ്. ആ ദേവര വിവാഹം അനുസരിച്ച് ഒരു സ്ത്രീയെ ഒരു പുരുഷന് വിവാഹം കഴിച്ചു. ആ പുരുഷൻ മരിച്ചുപോയി മക്കളുണ്ടാകുന്നതിന് മുമ്പ് പുരുഷനെ ബ്രദർ ഉണ്ടെങ്കിൽ ഈ സ്ത്രീയെ വീണ്ടും കല്യാണം കഴിക്കണം. അതാണ് ദേവര വിവാഹ നിയമം. യഹൂദയുടെ പാരമ്പര്യം മുതലുള്ളതാണ്. 7 പേരെ കല്യാണം കഴിച്ചു. 7ാമത് സ്ത്രീ മരിച്ചു. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ 2 പോലും ആവുകയില്ല. അതിന് മുമ്പ് നമ്മൾ അതിനെ ഇറക്കി വേണ്ടി കൊടുക്കുകയുള്ളൂ. ഓട്ടെ, ഇത് 7 പേരെ കല്യാണം കഴിച്ചു. 7 എണ്ണത്തെ കൊണ്ട് അവസാനം അവളും പോയി. സാധുക്യരുടെ ചോദ്യം, മരിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ ആരുടെ ഭാര്യ? കാരണം പരീശന്മാരാണ് ഈ പുനരുത്ഥാനം ഉണ്ടെന്നും ആത്മാവുണ്ടെന്നും മാലാഖമാരുണ്ടെന്നും പറയുന്നത്. സാധുക്യർ ഇതൊന്നും പറയുന്നില്ല. ഒരു സെക്കുലർ റിലീജിയസ് എന്ന് പറയുന്ന വാക്ക് തന്നെ പറ്റത്തില്ല. പക്ഷെ അതാണ് സാധുക്യരുടെ ചിന്ത. പക്ഷെ യേശു പറഞ്ഞു പുനരുത്ഥാനത്തിൽ അവർ തേജസ്കരിക്കപ്പെട്ടവരാണ്, മാലാഖമാരെ പോലെയാണ്. വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, വിവാഹത്തിനെ സ്വീകരിക്കുന്നില്ല. അപ്പം മക്കളെ, നമ്മുടെ ഈ പിള്ളേർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന we have to understand what is temporal and temporal and what is eternal. നമ്മുടെ എല്ലാം വിചാരം എന്നതാണ്, നമ്മുടെ കുടുംബവും ഈ ലോകത്തിലെ ബന്ധങ്ങളും നിത്യമെന്ന് ഒരിക്കലുമല്ല. അവിടെയാണ് പ്രശ്നം. നിത്യമായത് നാം സ്വീകരിച്ചിരിക്കുന്ന ഈ ലോകത്തിന്റെ ബന്ധങ്ങൾക്കപ്പുറമായ കൗതാശിക അനുഭവങ്ങൾ. അതാണ് നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. എത്ര മനോഹരമാണ്. അവസാന നിമിഷവും ദൈവം ആദാമിനോട് പറഞ്ഞു, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. എല്ലാം അത്രയും ഉള്ളു കേട്ടോ. എന്നാൽ വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. അടുത്ത വാക്യം എന്താണോ? വീണ്ടും നവീകരിക്കപ്പെടും എന്ന് പറഞ്ഞ ശബ്ദം കർത്താവേ ഈ നിന്റെ ദാസനിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മണ്ണം കിട്ടും, മുഖവും മൂടി. ഇനിയും കർത്താവ് വരും, മൃതരെ ഉയർപ്പിക്കും, ശരണം തേടും സകല പരേതർക്കും. അന്ന് തേജസ്കരിക്കപ്പെട്ടവരായി ദൈവസന്നിധി നിലകൊള്ളും. ഈ ബോധ്യം ഉണ്ടേലേ വ്യഭിചരിക്കാതിരിക്കത്തുള്ളൂ. ഈ ബോധ്യം ഉണ്ടേലേ നാം കള്ളത്തരം കാണിക്കാതെ സ്വാർത്ഥത വെടിഞ്ഞ് മനുഷ്യനെ കരുതി ജീവിക്കാൻ പറ്റുള്ളൂ.
ആ ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഈ കോൺഫറൻസിലൂടെ ഉണ്ടാകേണ്ടത്. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ഒരുമിച്ച് വരലിൽ മനുഷ്യന്റെ ഒന്നുമില്ലായ്മയും ബന്ധങ്ങളുടെ നശ്വരതയും മനസ്സിലാക്കി അനശ്വരതയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കണം. അതാ പൗലോസ്ലീഹയുടെ വാക്കുകളൊക്കെയാണ് ഏറ്റവും മനോഹരം. ഈ നിത്യജീവനെ കുറിച്ചുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം പറഞ്ഞു, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് എല്ലാ കാരണം ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും ഞാനവനെ ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും ഞാൻ അവനെ പ്രസാദിപ്പിക്കും. മക്കളെ, ദൈവം വിളിച്ചിരിക്കുന്നത് ഈ അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഓർത്തോണം, ഇതൊരു പ്രിപ്പറേഷൻ ടൈമാണ്. ഒരേനാഥ ട്രാൻസ്ഫർ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇവിടെ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മാറ്റപ്പെടും. ഇവിടുത്തെ ബന്ധങ്ങളും അല്ലെ, ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളും എല്ലാം സ്വത്തും സ്വഭാവവും അതുപോലെ തന്നെ ലഭിച്ചിരിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും സ്നേഹനിധിയായ ഭാര്യയും തിരിഞ്ഞു നോക്കാത്ത കുഞ്ഞുങ്ങളും എല്ലാം ഇവിടെ തന്നെ അവസാനിക്കുന്നത് ആര് മാത്രം? ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രം. അവിടെയാണ് രണ്ടാമത്തെ വാക്ക് ദുഃഖറോനോ തോപോ. ഈ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം വായിച്ചു. അത് വായിച്ചാൽ മതി. നാളെ വേദപുസ്തകത്തിൽ ഇങ്ങനത്തെ ചില വാക്യങ്ങളൊക്കെ കൊണ്ടുവന്നല്ലേ നമ്മൾ ഓർത്ത് പോകും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങളുടെ മൊബൈലിലെ വേദപുസ്തകം ഇല്ലേ? ചുമ്മാ എടുക്കുന്നു. പിള്ളേരാണെങ്കിൽ അതേ ചെയ്തത്. 3-ാം അധ്യായം 3-ാം വാക്യം. ഇങ്ങനെ ചില അധ്യായങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അധ്യായം 3 വാക്യം നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് നിങ്ങൾ മരിച്ചിട്ട്, അതോ മരിച്ചെന്നേ ഉള്ളൂ? നിങ്ങൾ മരിച്ചോ, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ. ഒന്ന് മനസ്സിലെന്ന് പറഞ്ഞു. മനസ്സിലെന്ന് പറയുമ്പോൾ എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ, ഞാൻ ഒച്ച പറയാം, നിങ്ങൾ മനസ്സിലെന്ന് പറയണേ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറന്നിരിക്കുന്നു. ഞാൻ മരിച്ചെന്റെ പ്രിയതമനോടുകൂടെ രണ്ടാം ലോകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതൊക്കെ ചുമ്മാ വിളിച്ചു പറയാറുണ്ടല്ലോ. പ്രിയതമനൊന്നും കാണത്തില്ല, അന്വേഷിച്ചാൽ. അതേസമയം എത്ര വ്യക്തമായിട്ട് മരിച്ച് ജീവൻ ക്രിസ്തുവിനോടുകൂടെ എവിടെയുണ്ട്? അല്ലെ, എത്ര നാളായി നമ്മൾ ചൊല്ലാൻ തുടങ്ങിയിട്ട്? ഒരു പോലിങ്ങും മാർത്തോമാ ശ്ലീഹ ഉണ്ട് മേലും, അതെല്ലാ സാധനം ഉണ്ട് മേലും. തിരിയുന്നില്ല. പിന്നെ ഞങ്ങളുടെ അച്ഛൻ ചൊല്ലി, വലിയപ്പച്ചൻ ചൊല്ലി തന്നിട്ടുള്ളതല്ലേ ഉണ്ട് മേലും എന്നതായി മേലും ഓർമ്മ ഉണ്ട്. നിന്റെ ഓർമ്മ മുകളിൽ എവിടെയാ? ജീവൻ ക്രിസ്തുവിനോടുകൂടെ ആരിൽ മറഞ്ഞിരിക്കുന്നു? ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നല്ല ഓർമ്മ എന്ന് പറയുന്നത്. എന്നാ പറയുന്നത്? പറഞ്ഞേ, നല്ല ഓർമ്മ. ഈ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരു മിയർ റിമംബറൻസ് ഒന്നും അല്ല കേട്ടോ, ഒന്നുമല്ല. ദൈവത്തിൽ നമ്മുടെ ജീവൻ ആയിരിക്കുന്നു. ഇതിന് ഏറ്റവും നല്ല മാതൃക പഴയ നിയമ മാതൃകയാണല്ലോ. അഹറോനും മോശയും കൂടാരം ചമച്ചു കഴിഞ്ഞപ്പോൾ അഹറോനോട് പറഞ്ഞു, നീ ധൂപകലശവുമായി സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കണം. പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നിന്റെ നീളക്കുപ്പായത്തിൽ, ഞങ്ങളിങ്ങനെ ഹൈമനിക്കാന്ന് പറഞ്ഞ അതായത് നീളക്കുപ്പായം, ആ നീളക്കുപ്പായത്തിന്റെ നടുക്ക് ഒരു മാർപതക്കമുണ്ട്. ആ മാർപതക്കം തുറന്നു നോക്കിയാൽ അതിനകത്ത് 2 ഗോമേതക കല്ലുകളുണ്ട്. ആ ഗോമേതക കല്ലുകളിൽ ഒന്നിലാറ് മറ്റതിലാറ്. അപ്പൊ എത്രയായി? ആ 12 പേരുകൾ രൂപേൻ മുതൽ ബെന്യാമിൻ വരെ ഗോത്രപിതാക്കളുടെ പേരുകൾ നീ എഴുതി മാർപതക്കത്തിൽ
ഹൃദയത്തോട് ചേർത്ത് വെച്ച് കെട്ടി കൂടാരത്തിൽ പ്രവേശിക്കണം. എന്തിനാ? യഹോവയുടെ സന്നിധിയിൽ പിതാക്കന്മാരുടെ ഓർമ്മ എന്നും നിലനിൽക്കാൻ. ഒന്ന് ഓർത്ത് നോക്കി, ഇത് പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ട ദുഃഖറോനോ തോബോയുടെ പഴയ നിയമം മാതൃകയാണ്. അതുകൊണ്ടാണ് ആർക്കായി കാഴ്ചകൾ ഇവിടെ അണയ്ക്കുന്നു, ഭാഗ്യമവനേറ്റം മേൽസ്വർഗത്തിലവൻ ഓർമ്മയതുണ്ടാകും. ഗോത്രപ്പേരുകൾ ഓർമ്മയ്ക്കായി കർത്താവിൻ മുൻപിൽ കാൺമാൻ കല്ലുകളിൽ മൂശ കൊത്തിയതോർക്കുമ്പോൾ നിങ്ങൾ തൻ മൃതപേരുകളെ ഓർക്കാനും പള്ളിയിൽ ഇവിടെ എഴുതാനും മേൽ സ്വർഗത്തിൽ മശിഹാതൻ വരവിൽ തന്നോ അവർ ചേർക്കാനും ചേർപ്പിൻ പ്രസ്തായിൽ. അപ്പോ നമ്മുടെ ജീവിതം ഇവിടെ നിന്ന് അവസാനിക്കുന്നില്ല. അവസാനിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ ജീവൻ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെ ഈ ഭൗതിക ചരിത്രത്തിലെ ജീവിത സമയത്തെല്ലാം വാങ്ങിപ്പോയവർ ദൈവസന്നിധിയിൽ സജീവരായി നമ്മോടൊപ്പം ഉണ്ട്. അവരോട് ചേരുവാനാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൽ നമ്മൾ ഒരുങ്ങുന്നത്. അതുകൊണ്ടാണ് എല്ലാ സന്ധ്യാപ്രാർത്ഥനയിലും പ്രാർത്ഥിക്കും. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ആകപ്പാടെ 3 പേരുമുണ്ട്, ഇത്ര ആളുകളുമുണ്ട്. എല്ലാവരുടെയും കൂടെ മടി പോയി ഇരിക്കുക എന്നുള്ളത്. ആഗ്രഹത്തിൽ സാറായോ നമ്മളൊക്കെ ഒരു പേരില്ലേ? ഞങ്ങൾ കുറെ പേര് പോകുന്നവർക്ക് സാറായി അവരുടെ പണിയിലേക്ക്. ഇത് പഴയ ജീവിതത്തിലെ ഒരു പ്രയോഗമാണ്. പിതാക്കന്മാരുടെ മാറുവിടം. അല്പം ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഈ ഒരു ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഒരുക്കം അതാണ്. അവസാനിപ്പിച്ചേക്കാം. എന്നിട്ട് നിത്യജീവന്റെ മനോഹര കാഴ്ചപ്പാടിന്റെ മറ്റൊരു വിശദീകരണം നൽകിയതാണ് they slept upon your hope. നിന്റെ പ്രത്യാശയിൽ അവരെ ഉറങ്ങുകയാണ്. നിന്റെ പ്രത്യാശയിൽ അവരെ ഉറങ്ങുകയാണ്. അതാരെ കുറിച്ച് ശരിക്കും തിരിയുന്നുണ്ടോ? മരിച്ചിട്ട് ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതേസമയം മരണത്തിന് കൊടുക്കുന്ന ഒരു വിശദീകരണമാണ് ആത്മാവും ശരീരവും തമ്മിലുള്ള വേർതിരിയൽ. എന്നാൽ ഈ ശരീരം തമ്പുരാന്റെ 2ാമത്തെ വരവിൽ മഹത്വ പ്രത്യക്ഷതയോടെ പുനരുത്ഥാനം ചെയ്യും. അതുകൊണ്ട് ശരീരത്തിന്റെ അവസ്ഥയെ കുറിച്ച് പൊതുവെ വാങ്ങിപ്പോയവരുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവർ ആ പ്രത്യാശയിൽ, നിന്റെ വരവിന്റെ പ്രത്യാശയിൽ നിദ്ര കൊള്ളുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തിന്റെ അവസാനത്തേക്ക് വരുന്നു. ആകയാൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം, ഈ സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. ഈ ബോധ്യമാണ് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ നിത്യജീവന്റെ ശ്രേഷ്ഠമായ അനുഭവവും പ്രത്യാശയും നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആ ബോധ്യമായിരിക്കണം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമ്മെ നയിക്കേണ്ടത്. 2-3 പ്രധാന ആശയങ്ങൾ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് എന്താണ് യഥാർത്ഥത്തിൽ നിത്യജീവന്റെ പേഴ്സ്പെക്റ്റീവിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാൻ ഒന്ന് വിശദീകരിക്കാം. ഒന്നാമത്തേത്, ഞാൻ ഇത് ഈ ക്ലാസ്സിനിടയിൽ ഓർമ്മിപ്പിച്ചു. നമ്മുടെ ഈ ജീവിതയാത്രയിൽ രോഗങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒറ്റപ്പെടിയിലും ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒറ്റയ്ക്കല്ല. നമുക്ക് മുൻ യാത്ര ചെയ്തതായ വിശുദ്ധന്മാർ, നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, വിശ്വാസ ജീവിതത്തിന്റെ നല്ല സാക്ഷ്യം വഹിച്ചവർ, അവർ ഈ വർത്തമാന കാലഘട്ടത്തിൽ ആരോടുകൂടി ഉണ്ട്? നമ്മുടെ കൂടെ ഉണ്ട്. ആ ബോധ്യമായിരിക്കണം ജീവിത വിശുദ്ധിയുടെ അടിസ്ഥാനം. അതോർത്തോണേ, ആ ബോധ്യം ഇല്ലെങ്കിൽ ജീവിത വിശുദ്ധി നഷ്ടപ്പെടും. ജീവിത വിശുദ്ധിയുടെ അടിസ്ഥാനം ഈ വിശുദ്ധന്മാരുടെ സാക്ഷികളുടെ സമൂഹത്തിന്റെ സാന്നിധ്യമാണ്. ഞാൻ രണ്ടാമത് പറയാൻ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചോണം.
യഥാർത്ഥത്തിൽ രക്ഷ എന്ന് പറയുന്നത്, ദ ഈവന്റ് ഓഫ് ഇൻകാർണേഷൻ എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. പറുദീസ മുതൽ മനുഷ്യരോട് ദൈവത്തിന് തോന്നിയ തന്റെ അളവറ്റ സ്നേഹം, അതിനെയാണ് റഹമാസ് നോസൂസോ എന്ന് സുറിയാനിക്കാർ പറയും, ലവ് ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ അളവറ്റ സ്നേഹം, അതിന്റെ വലിയ റിസൾട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ ചരിത്രത്തിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷം. നമ്മൾ ജീവിക്കുന്നത്, നമ്മളായിരിക്കുന്നത്, ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നത് തമ്പുരാൻ നമ്മളോട് തോന്നിയ സ്നേഹവും കരുണയും കരുതലുമാണ്. ഈ ബോധ്യമാണ് ഈ സാക്ഷികളുടെ സമൂഹം എന്ന ചിന്തയിലൂടെ നമുക്ക് ഉണ്ടാകേണ്ടത്. മൂന്നാമത്തേത്, നോളജ് ഓഫ് ട്രഡീഷൻ ആൻഡ് ഹെറിറ്റേജ് is a great inspiration and impetus for our faith and life. നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പ്രേരക ശക്തിയാണ്. എന്താ പ്രേരക ശക്തി എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത ശൈലി, ഞങ്ങളായിരിക്കുന്ന വിശ്വാസത്തിന്റെ സ്ഥിരത, അത് യേശുക്രിസ്തു അപ്പോസ്തലന്മാർക്കും അപ്പോസ്തലന്മാർ പിതാക്കന്മാർക്കും കൈമാറിയ വിശ്വാസത്തിന്റെ വലിയ പിന്തുടർച്ചയാണ്. ചിക്കാഗോയിലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനക്കാരനോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയപ്പോൾ കണ്ട ഒരു കുഞ്ഞമ്മയോ ഒന്നുമല്ല എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം. Is a part of great tradition. So knowledge of that tradition and that heritage is a great inspiration and impetus for the faith of the present time. ഇത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് ഓഫ് ഇൻസ്പിറേഷനാണ്. അവസാനത്തെ പ്രധാന സംഗതി, ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ വിശ്വാസ പ്രമാണത്തിലും ആരാധനയിലും എല്ലാം നമ്മൾ ആവർത്തിക്കുന്ന ഈ ഫെലോഷിപ്പ് ഓഫ് ദി ക്ലൗഡ് ഓഫ് വിറ്റ്നസ്, അല്ലെങ്കിൽ ഈ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഹെറിറ്റേജ് ഓഫ് ദി ഫെയ്ത്ത്, അവിടെ എല്ലാം ആവർത്തിക്കുന്ന ഒരു സംഗതി ഉണ്ട്. എന്താ വിശ്വാസം എന്ന് ചോദിച്ചാൽ സുറിയാനി പാരമ്പര്യത്തിൽ പറയുന്ന ഒരു വിശേഷണമാണ് ശ്ലൈഹീകം. ഒന്ന് പറഞ്ഞേ അല്ലെ? നമ്മൾ വായിക്കും ശ്ലൈഹീകവും കുറ്റരഹിതവും അല്ലെ? 4 ഭാഗങ്ങളിലുമുള്ള സഭയുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം അതെന്താണ്? അപ്പോസ്തോലികമാണ്. വിശ്വാസ പ്രമാണത്തിലും അതാണ് ആവർത്തിക്കുന്നത്. ആശീർവാദത്തിലും വിശേഷണമായി പറയുന്നത് ശ്ലൈഹികമാണ്. എന്താ ശ്ലൈഹികം? ഒരു 3 മിനിറ്റ് കൂടെ ഇരിക്കുള്ളൂ കേട്ടോ. ഒരു പാട്ട് പാടി നിർത്തിയതല്ലേ? എല്ലാവർക്കും അറിയാൻ മേലാത്ത ഒരു പാട്ട് തുടങ്ങട്ടെ. എന്തൊരു സന്തോഷം. അതെല്ലാവർക്കും അറിയാൻ മേലാത്ത, എന്നാ അറിയാവുന്ന രീതി ചൊല്ലിക്കേ. പൗലോസ്ലീഹ ധന്യൻ പൗലോസ്ലീഹ ധന്യൻ കേട്ടേ നി ദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ച് വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേക്കും സഭയിൽ പലതരം ഉപദേശങ്ങളോ പാലിൽ മുളച്ചു പരക്കുന്നു. ചൊല്ലരുടെ ദൈവത്തിനുപദേശം പീപ്പോനൊക്കെ ഇപ്പൊ പോയി കേട്ടോ. പാപ്പോനൊക്കെ ശ്ലൈഹികത്തിന്റെ വിശദീകരണമാണ് ഈ പാട്ട്. എന്നാ ശ്ലൈഹികം? ഞങ്ങളെ ശ്ലീഹായിക്ക് അടുത്തതെന്നൊക്കെ പറയാം. എന്നാൽ ഞാനൊന്ന് വിശദീകരിച്ചേക്കാം. ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത്, അതിനെതിരായിട്ട് സ്വർഗത്തിൽ നിന്നൊരു മാലാഖ വന്നാൽ പോലും സഭയിൽ ശപിക്കപ്പെട്ടവരാണ്. അതാ എബ്രായ ലേഖനം 2, 3, 4 അധ്യായങ്ങളിൽ വിവരിക്കുന്നത്. ദൂതൻ ആരാണ്? ദൂതൻ സേവകാത്മാവാണ്, വിശ്വാസികൾക്കുള്ള. അപ്പോൾ വലുത് ശ്ലീഹായാണ്, ദൂതനല്ല. കാരണം ശ്ലീഹായിക്കാണ് ശ്ലൈഹിക വിശ്വാസത്തിന്റെ ദൂതറിയിക്കാനുള്ള അവകാശം ലഭിച്ചത്. എന്താ ശ്ലൈഹികത്തിന്റെ പ്രത്യേകത? 3 കൊച്ചു വാക്ക് എൻ്റെ കൂടി എന്ന് പറഞ്ഞു. കണ്ടത്, പറ. കണ്ടത്, കേട്ടത്, തൊട്ടത്. അത് വണ്ടി ഞാൻ പറഞ്ഞിട്ട് പ്രായമായാലും ഓർമ്മയ്ക്ക് കുഴപ്പമില്ല.
ഇച്ചിരി വ്യത്യാസമുണ്ട്. കണ്ടത് പറഞ്ഞു കാര്യം ഓർത്തിരിക്കാൻ നല്ലതാണ് കേട്ടോ. കണ്ടത്, കേട്ടത്, പ്രാപിച്ചത്. പറഞ്ഞു ഒന്നുകൂടെ പറ. കണ്ടത്, കേട്ടത്, പ്രാപിച്ചത്. ഈ അപ്പോസ്തലന്മാർ ആവർത്തിക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ പ്രാപിച്ചു. ആരിൽ നിന്ന്? കർത്താവിൽ നിന്ന്. അതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. കർത്താവിൽ നിന്ന് കണ്ടതും, കർത്താവിൽ നിന്ന് കേട്ടതും, കർത്താവിൽ നിന്ന് പ്രാപിച്ചതും. That we received from our Lord, that we heard from our Lord, that we saw from our Lord. അതിനെയാണ് ശ്ലൈഹികം എന്ന് പറയുന്നത്. അതാണ് വിശ്വാസം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യ അനുഭവത്തിൽ നമ്മൾക്ക് നമ്മുടെ ചുറ്റും നിൽക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിന്റെ ഈ പിന്തുടർച്ചയുടെ പിൻബലം എന്ന് പറയുന്നത് കർത്താവിൽ നിന്ന് കണ്ടതും. നിങ്ങൾക്കറിയോ, ഈ വിശുദ്ധ മാമോദീസയെ കുറിച്ചും വിശുദ്ധ കുർബാനയെ കുറിച്ചും ഒക്കെ ഉള്ള പഠിപ്പിക്കലുകളുടെ അടിസ്ഥാനം പൗലോസ് ശ്ലീഹ 1 കൊരിന്ത്യർ 11 വളരെ ശക്തമായി വിവരിക്കുന്നു. ആ രാത്രിയിൽ നമ്മുടെ കർത്താവ് എത്ര മനോഹര, തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി, അപ്രകാരം തന്നെ കാസായും എടുത്ത് വാഴ്ത്തി. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ. അതുകൊണ്ടാണ് കർത്താവിൽ നിന്ന് കണ്ടതും, കർത്താവിൽ നിന്ന് കേട്ടതും, കർത്താവിൽ നിന്ന് പ്രാപിച്ചത്. ഈ 4 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ വിശ്വാസ സമൂഹത്തിന്റെ ഈ ഒരു പിന്തുടർച്ചയിൽ നമുക്ക് ലഭിക്കുന്ന ഇന്നത്തെ ഈ പ്രായോഗിക തലത്തിലെ പ്രധാന ആശയങ്ങൾ. ഈ മുഴുവൻ പറഞ്ഞത് ഈ 2ാം ക്ലാസ്സിൽ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കുന്നു. തുടക്കം ഇതായിരുന്നു. ദൈവരാജ്യ അനുഭവം അതാദ്യം ഞാൻ ഒന്ന് വിശദീകരിച്ചു, ഒന്ന് നിർവചിച്ചു. ആ ദൈവരാജ്യ അനുഭവത്തിൽ നിത്യജീവന് വേണ്ടി ഞാൻ നിങ്ങളും ആക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോക ജീവിതം നിത്യജീവനിലേക്കുള്ള ഒരുക്കമാണ്. എന്നാൽ നമുക്ക് സംഭവിക്കുന്ന വലിയൊരു വൈരുദ്ധ്യമാണ്, നിത്യമായിട്ടുള്ളതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയില്ല, എന്നാൽ നശ്വരമായിട്ടുള്ളതിന് പ്രാധാന്യം കൊടുക്കും. ഞാനതിനൊരു വിശദീകരണം പറഞ്ഞു. ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധം, വിവാഹം, ഇതൊക്കെ ചരിത്ര ലോകത്തിൽ മാത്രം നിലനിൽക്കുന്നതാണ് എന്നതിലില്ല. കാര്യം എന്താണ്? ഹിസ്റ്റോറിക് വേൾഡ് കൊണ്ട് റിസറക്റ്റഡ് വേൾഡ് കൊണ്ട്. യാത്ര എന്ന് പറയുന്നത് ഹിസ്റ്റോറിക് വേൾഡിൽ ആരംഭിച്ച് എങ്ങോട്ട് യാത്ര ചെയ്യുന്നു? റിസറക്റ്റഡ് വേൾഡിലേക്ക് യാത്ര ചെയ്യുന്നു. ആ റിസറക്റ്റഡ് വേൾഡിന്റെ അനുഭവമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വെച്ച് ഒരുക്കപ്പെട്ട നിത്യതയുടെ പൂർണ്ണതയിലേക്ക് വരുന്ന വിശ്വാസ ജീവിതം. അത് വിശദീകരിക്കാൻ 3 വാക്കുകൾ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് പറഞ്ഞു. എന്നതൊക്കെയാണ്? ആനീദേ, ദുഃഖറോനോത്തോബോ, പിന്നെ സ്കേബെ അൽ സബറോ. അത് 3 ഓർത്തിരിക്കണ്ട. എന്നാൽ ഞാൻ പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഒന്ന്, ഇവിടെ നിന്ന് വരുവാനുള്ള ലോകത്തിലേക്ക് മാറ്റപ്പെടുന്നു, അതാണ് അനുഭവം. 2, മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറന്നിരിക്കുന്നു, അതാണ് ദൈവസന്നിധിയിലെ നല്ല ഓർമ്മ. 3ാമത്തേത്, ശരീരവും ആത്മാവും വേർപെട്ടെങ്കിലും കർത്താവിന്റെ 2ാമത്തെ വരവിൽ തേജസ്കരിക്കപ്പെട്ട ഈ ശരീരം പുനരുത്ഥാനം ചെയ്യും. ഈ ബോധ്യമാണ് ചരിത്ര ലോകത്തിൽ തിന്മ ചെയ്യാതെ, അസൂയപ്പെടാതെ, വ്യഭിചരിക്കാതെ, സ്വന്തം കാര്യത്തിന് മാത്രം താല്പര്യം കൊടുക്കാതെ ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുവാനുള്ള പ്രേരണ. അതല്ലേ പറഞ്ഞു? അതെ. അവസാനിപ്പിച്ചത് 4 കാര്യങ്ങൾ. ഈ ചിന്തയിലൂടെ നമ്മുടെ ജീവിതം ദൈവരാജ്യ അനുഭവത്തിൽ കേന്ദ്രീകരിച്ച് നിത്യജീവന്റെ കാഴ്ചപ്പാടിൽ ആയിരിക്കുന്നത് കൊണ്ട് ചരിത്ര ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 4 സന്ദേശങ്ങൾ ഞാൻ പറഞ്ഞു. 1, നമ്മൾ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ ആകയാൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ശക്തി നമ്മൾ ഒറ്റയ്ക്കല്ല, മറിച്ച് വിശുദ്ധന്മാരുടെ സംഘത്തിന്റെ നടുവിലാണ്. 2ാമത്, ഈ പാരമ്പര്യത്തെക്കുറിച്ചും വിശ്വാസത്തിന്റെ പിന്തുടർച്ചയെക്കുറിച്ചുമുള്ള ബോധ്യം യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഗൗരവവും ആഴവും വർദ്ധിപ്പിക്കും. 3, നമുക്ക് ലഭിച്ചിരിക്കുന്നത് വലിയൊരു അപ്പോസ്തോലിക
ശ്ലൈഹിക വിശ്വാസത്തിന്റെ പിന്തുടർച്ച. ഈ ബോധ്യമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തിയും വിശ്വാസത്തിന്റെ നിലനിൽപ്പും നിർണയിക്കുന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട 3 വിശേഷണങ്ങൾ ശ്ലൈഹികത്തിനുണ്ട്. ഒന്ന്, കർത്താവിൽ നിന്ന് കണ്ടതാണ്, കർത്താവിൽ നിന്ന് കേട്ടതാണ്, കർത്താവിൽ നിന്ന് പ്രാപിച്ചത്. ഈ ആൽമരവും മഷിത്തണ്ടും കണ്ടിട്ടില്ലേ? കോലുമഷി കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ദൈവമേ, ഓർമ്മരുതേ. എന്നതാ ഞാനിപ്പോ പറഞ്ഞേ? കോലുമഷി. മറ്റേ എന്നാ പറഞ്ഞേ? വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരം. ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു കൊച്ചു മഷിത്തണ്ട് നിൽക്കുക. ആൽമരത്തിന് ഈ മഷിത്തണ്ടിനെ കണ്ടിട്ട് യാതൊരു താല്പര്യം തോന്നിയില്ല. മഷിത്തണ്ടിനോട് പറയുക, എന്റെ മഷിത്തണ്ടേ, നിന്നെയൊക്കെ എന്തിനാ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്? എന്നെ ഒന്ന് നോക്കിക്കേ. വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരം. ആകാശത്തിലെ പക്ഷികൾ എന്റെ ശിഖരങ്ങളിൽ വന്ന് കൂടുവയ്ക്കുന്നു. തലമുറകൾ പലതും പൊട്ടി പുറപ്പെടുന്നത് എന്റെ ശിഖരങ്ങളിൽ നിന്നാണ്. അതുപോലെ തന്നെ മനുഷ്യരുടെ ഇടയിൽ ഒരുമാതിരി വിവരമുള്ളോ ആരാ? സന്യാസിമാർ കേട്ടോ. അവരൊക്കെ വന്ന് അല്പസമയം ഇത് ധ്യാനിച്ചിരിക്കുന്നത് ആരുടെ ചോട്ടിലാണ്? ആൽമരം ഇങ്ങനെ വിശദീകരിക്കുക. ആൽമരം വല്ലാതെ പുച്ഛഭാവത്തോടെ മഷിത്തണ്ടിനെ നിഷേധിക്കുക. ഈ വീരവാദ എല്ലാം കേട്ടപ്പോൾ മഷിത്തണ്ടിനെ സഹതാപം തോന്നി. പൊങ്ങച്ചൻ കേട്ടാൽ നമുക്ക് എന്നെ തോന്നുള്ളൂ. മുമ്പ് പറഞ്ഞില്ലേ, ലീഡിങ് എ സക്സസ്ഫുൾ ലൈഫ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഓൾമൈറ്റി. നമുക്ക് എന്നതേ തോന്നത്തുള്ളൂ. എന്നതേ തോന്നത്തുള്ളൂ. ഒന്നും വേണ്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല എന്നേ നമുക്ക് തോന്നത്തുള്ളൂ. മഷിത്തണ്ടും സഹതാപം തോന്നി. മഷിത്തണ്ട് പറഞ്ഞു, ഇത്ര പന്തലിച്ച് നിന്നിട്ടും പക്ഷികൾ വരുന്നുണ്ട്, സന്യാസിമാരെ ശാന്തതയ്ക്ക് വേണ്ടി ചോട്ടിലോട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ നോക്കി, കുട്ടികൾ നിന്നെ തേടി വരത്തില്ല. കുട്ടികൾ എന്നെ തേടി വരും. എന്നെ തേടി, ഏതിനെ തേടി? മഷിത്തണ്ടിൽ. എന്തിനെന്നറിയോ? അവരുടെ സ്ലേറ്റിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്. ആ തെറ്റുകളെ തുടയ്ക്കാൻ കുട്ടികൾ എന്നെ തേടി വരും. കാര്യം എന്താണ്? എന്റെ ഇലയിൽ മാർദ്ദവത്വവും നീരുമുണ്ട്. എന്നാ ഉണ്ട്? മാർദ്ദവത്വവും നീരുമുണ്ട്. നിന്റെ വലിയ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുക. പക്ഷേ ആലില കണ്ടിട്ടുണ്ടോ? ലോഹപ്പാളി പോലെയോ, ഒരു മാർദ്ദവവും ഇല്ല. എന്നിട്ട് പി സുരേന്ദ്രന്റെ ചെറുത എന്ന കഥയാണിത്. അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. എന്നറിയോ? സ്ലൈറ്റ് ഒന്നും ഇപ്പൊ പറഞ്ഞ മനസ്സിലാവില്ല. ക്യാബ് അങ്ങനെ പറഞ്ഞു നിർത്തുന്ന ഒരു വാക്ക് എന്നാണോ? കുട്ടികൾ വൃത്തിയാക്കുന്ന, തെറ്റുകൾ മായ്ച്ചു കളയുന്ന സ്ലേറ്റിൽ പുതിയ ആൽമരങ്ങൾ ഉടലെടുക്കും. നവീന സൃഷ്ടി ബലഹീനതയെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ അനുതാപത്തിലൂടെ തെറ്റുകളെ മാറ്റിക്കളഞ്ഞ് നിത്യജീവന്റെ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ മാനസാന്തരത്തിലൂടെ ലഭിക്കുന്ന ശ്രേഷ്ഠ അനുഭവമാണ്. അത് നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകൾ